ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലാസ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ഇവിടെ 4 മടക്കിയിട്ടത് കട്ട് ചെയ്തിരുന്നു. ഇനി ഇത് ഇങ്ങനെ നിവർത്തി വെക്കുക. എന്നിട്ട് 2 ഭാഗം കൂടി 2 ക്രോച്ച് ഭാഗം കൂടി കൂട്ടിയടിക്കുക. അങ്ങനെ 2 വശവും അടിച്ചു. ഇനി ഇത് നമുക്ക് ഈ അടിച്ച ഭാഗങ്ങൾ 2 ഭാഗമാക്കി 2 കാലും ക്രോച്ച് ഭാഗങ്ങൾ കൂട്ടി പിടിക്കുക. ക്രോച്ച് ഭാഗം കൂട്ടി പിടിച്ച് ഇവിടെ ഒരു പിന്നെന്തെങ്കിലും കുത്തി കൊടുക്കുക. സേഫ്റ്റി പിന്നോ ഏതെങ്കിലും പിന്നെ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സൈഡ് ഭാഗം കാലിൻ്റെ 2 ഭാഗം സൈഡ് അടിക്കുക. അതിൻ്റെ സൈഡ് ഭാഗം അടിക്കുന്നതിന് മുന്നേ നമുക്ക് കാലിൻ്റെ അടിഭാഗം അടിക്കാം. ആദ്യം ഒരു മടക്കുക. ആദ്യ ഭാഗം അടി ഒരു മടക്ക്. ഇനി എന്നിട്ട് 2 ഭാഗം കൂടി മടക്കുക. അങ്ങനെ 2 കാലിൻ്റെയും അടിഭാഗം മടക്കി അടിച്ചു. ഇനി നമുക്ക് ഇത് കൂട്ടിയടിക്കാം. നമുക്ക് ക്രോച്ച് ഭാഗത്തു നിന്ന് തുടങ്ങണം നല്ലത്. എന്നാലും നമുക്ക് ക്രോച്ച് ഭാഗം എവിടേക്കും തിരിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ ക്രോച്ചിന് ഈ പിന്ന് കുത്തിയതുകൊണ്ട് അടിഭാഗത്തു നിന്ന് തുടങ്ങിയാലും മതി. പലാസ പാൻ്റ് ആയതുകൊണ്ട് നല്ല വീതിയുള്ള പാൻ്റാണ്. അങ്ങനെ 2 ഭാഗവും അടിച്ചു. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനുള്ള 1.5 ഇഞ്ച് മടക്കി എടുക്കണം. ഇനി നമ്മൾ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇലാസ്റ്റിക് 1.5 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്, അല്ല 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. അപ്പം നമുക്ക് പിന്നെ ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് എന്നിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് തയ്ച്ച് കൊടുക്കുക. ബുദ്ധിമുട്ടുള്ളവരെ ആദ്യം ഒരു 1/4 ഇഞ്ച് സ്വന്തം എടുത്തിട്ട് പിന്നെ മടക്കി അടിച്ചാൽ മതി.
ഇവിടെ ഇതുവരെ ഇതാക്കി ഇവിടെ ഒരു ക്യാപ്പ് ഇട്ടക്കണം. നമുക്ക് ഇതാ ഇങ്ങനെ ഇലാസ്റ്റിക് ഇതിനുള്ളിൽ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഇട്ടക്കണം. അപ്പോൾ ഇനി ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം ഉള്ളൂ. അപ്പോൾ നമ്മുടെ പലാസ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.